ാക്കന്മാര് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയ ഈ നിയൽവാദി ടീം ഓർമ്മണ്ടോ? മഹാനരായ തൃപ്പനച്ചി ഉസ്താദ് അവറുകൾ, അള്ളാഹു അവരെ മദദ് നമുക്ക് നൽകട്ടെ. ഇതിനടുത്താണല്ലോ അവര്. മഹാനരായ തൃപ്പനച്ചി ഉസ്താദ് മഹാനവറുകൾ അവിടുത്തെ കൊടിമരം, ആ കൊടിമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെ നിയൽവാദി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? തോന്നിവാസം എന്നാണ്. തോന്നിവാസം. ഇയാളോ? ഇതിലേക്ക് അവർ ആദ്യം ഇയാളൊന്ന് പറയട്ടെ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. വിവരമില്ലാത്തവര് പറയുന്നത് കേൾക്കരുത്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു, ക്ലിപ്പിലാണ് കേട്ടത്. അതിലൊരു ചങ്ങാതി പറയാണ്, സുബ്ഹാനല്ലാഹ്, വ്യാജ തരീഖത്ത് പോയിട്ട് നമ്മുടെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ്. അയാൾ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നതെന്നറിയോ? ഒരു സ്ഥലത്തുണ്ട് ഒരു കൊടിമരം. ആ കൊടിമരത്തിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ സഭാ മറുവന്റെ ഇടയിൽ സഹി ചെയ്ത മാതിരിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാൾ പ്രസംഗിക്കുകയാണ്, അവിടെ പോയിട്ടിങ്ങ് പോന്നാൽ ഹജ്ജ് ചെയ്ത മാതിരിയാ. ഏത് തോന്നിവാസവും പ്രസംഗിക്കുന്ന കുറെ വ്യാജന്മാരുണ്ട് ഇവിടെ. അതൊന്നും സുന്നത്ത് ജമാഅത്തല്ല. സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളാണ് നമ്മുടെ ആദർശം. സുന്നത്ത് ജമാഅത്ത് ആരാണ് അനക്കിവിടെ തറവാടാക്കി അനക്കിവിടെ തീരെ എഴുതി തന്നതാ? സുന്നത്ത് ജമാഅത്ത് എന്താ? സുന്നത്ത് ജമാഅത്ത് എന്താന്ന് പറയേണ്ടത് മശായിഖിന്റെ അഹ്ല. ദീനെന്നില്ലാത്ത അനക്കെന്ത് സുന്നത്ത് ജമാഅത്ത്? സുന്നത്ത് ജമാഅത്ത് അത് ഔലിയാക്കൾ പറയുന്നതാ. തൃപ്പനച്ചി ഉസ്താദ് എന്റെ ഈ കൊടിമരത്തിന് അവിടെ വന്നാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്താൽ, അതിന്റെ ഇടയിൽ നടന്നാൽ ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ഇനി അതിലപ്പുറം പറഞ്ഞു വിചാരിച്ചോളൂ. അത് പറയാൻ അധികാരമുള്ള വിലായത്തിന്റെ ഉടമയാണ് മഹാനരായ തൃപ്പനച്ചി ഉസ്താദ്. അത് ചോദ്യം ചെയ്യാൻ താങ്കളാര്? അത് പറഞ്ഞിട്ടില്ലേ മഹാനരായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി? മൻ മറ അലാ ബാബി മദ്രസതി. എടുത്തു നോക്കി യാഫിഈ ഇമാമിന്റെ റൗദുർ റയാഹീൻ, ഖുലാസത്തുൽ മഫാഖിർ പോലെയുള്ള ഗ്രന്ഥം. എന്റെ ഈ മദ്രസ, അവരുടെ ആ പറഞ്ഞ സാവിയന്റെ പേരാ. എന്റെ ഈ സാവിയുടെ സമീപത്തു കൂടി ഒരാൾ നടന്നു പോയാൽ ഖഫഫല്ലാഹു ലഹു അദാബൽ ഖബർ. എന്റെ ഈ സാവിയയിൽ ഒരാൾ നടന്നു പോയാൽ അവന് ഖബർ ശിക്ഷയില്ലെന്ന് സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അത് പറയാൻ അവർക്ക് അധികാരമുണ്ട്. ഇസ്മായിൽ ഹദറമി, മൻ ഖബ്ബല ഖദമി ദഖലൽ ജന്ന. എന്റെ ഈ പാദം ഒരാൾ ചുംബിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. ഉദ്ധരിച്ചത് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. ഇത് പറയാൻ അധികാരമുണ്ട് ഔലിയാക്കന്മാർക്ക്. അതിനെയാണ് നീ തോന്നിവാസം എന്ന് പറഞ്ഞത്. ഒന്ന് അതാണ്, പിടിച്ചോളട്ടോ. പിന്നെ ഈ അടുത്ത് കുറെ തങ്ങന്മാരും മൊയ്ലിയന്മാരൊക്കെ പിന്നിൽ ഇവർ കൂടിന്. അവിടെ ആത്മീയ ചൂഷണം നടക്കുന്നുണ്ട്. അവനവന്റെ ഫضല് പറഞ്ഞും മജ്ലിസിന്റെ ഫضല് പറഞ്ഞും പിരിവ് നടത്തുകയാണ്. എന്തൊക്കെയാ മീൻ വറുത്തം കായില്ല? രണ്ടിട്ട് വന്നോട്ടെ. ഇവരതിന് വിളിക്കുന്ന പേര് ഫضല് പറയാന്ന്. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു സഹോദരിക്ക്. ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതൊക്കെ പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്തെങ്കിലും നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ. ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവില്, അല്ലെ? അങ്ങനല്ലേ? ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിന് ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കൊണ്ടുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ? ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചോറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട്. എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതയ്ക്ക്? എന്തൊരു പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. എന്ത് നാറിയ പരിപാടിയാണെന്ന് അറിയാം, വൃത്തികെട്ട പരിപാടി. ഒരു മജ്‌ലിസിൽ നിന്നിട്ട് കണുകണെന്ന് കിടിക്കുക. അതന്നെ ഞങ്ങൾ ഈ പറയണത്. എന്ത് നാറിയ പരിപാടിയാണ് ഈ ചങ്ങാതി എടുത്തത്? ഏത് ചങ്ങാതി? ഇത് തുടങ്ങിയ ഒരാളുണ്ട് ഇവിടെ. നിങ്ങൾ ചിന്തിക്കണം. മർക്കസ് AP ഉസ്താദ് ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ എവിടെയും കേട്ടിനോ മർക്കസിന് നേർച്ചയാക്കിയിട്ട് വലിയ ഫലം കിട്ടിയെന്നാണ് AP യിലൊരു വഴ പറഞ്ഞ്? ഏടെങ്കിലൊക്കെ ഒന്നുണ്ടെങ്കിൽ ആയി. എന്നാ പേരോടോ ഏതൊക്കെ സ്റ്റേജിൽ ഫുലാൻ പോകണ്ടോ അവിടെയൊക്കെ പറയുന്നത്
ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഒരു നേർച്ചയും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനൊരിക്കൽ ഇയാളെപ്പോൾ ഒരു യാത്രയിലുണ്ടായിരുന്നു, ഏതോ നവോത്ഥാന യാത്ര ഏതോ തോന്നുന്നുണ്ട്. കാസർഗോഡ് മുതൽ കോഴിക്കോട്ട് വരെയുള്ള സ്ഥലത്ത് ഞാൻ ആ ബാക്കിലുണ്ടായിരുന്നു. നേരെ സ്റ്റേജിലേക്ക് വരും, ഒരാളും കൈമ തൊട്ടിട്ടുണ്ടാവില്ല. സ്റ്റേജിൽ വന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ പലരും നേർച്ച വന്നു. അതങ്ങോട്ട് പറയണാണ് വിടന്നെ. എന്നിട്ട് ഈ പറഞ്ഞ മജ്ലിസിൻ്റെയും ഈ കെട്ടിടത്തിൻ്റെയും കറാമത്ത് എന്തിനാ ഇയാൾ ഇവിടെ പറഞ്ഞ്? അയാൾ ഒറിജിനൽ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇയാൾ ചോദിച്ച ചോദ്യം ഞാൻ എടുത്തു പറയാണ്. ഇതാദ്യം വേണ്ട, നൂറ ഹബീബൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇതാദ്യം എത്രത്തോളം നിറയങ്ങള് ആളുകളെ കൊണ്ടു നിർത്തിയിട്ട് സ്വർണം തരുന്ന വീഡിയോ വരെ ഉണ്ടാക്കിയിട്ട് അത് ക്ലിപ്പിട്ട ടീമാവല്. ഒന്ന് കാണിച്ചു നോക്ക്. പഴയ കാലത്തെ ഇപ്പം വല്ലാതൊന്നും പറയില്ല. മിനിയാന്ന് നന്ദിന്നൊന്ന് പറഞ്ഞു നോക്കി സിറാജുലുദ വലിയ അത്ഭുതം. അപ്പം നമ്മളെ ഓർമ്മ വന്ന് അപ്പോൾ ഉടനെ ദുആ ആക്കി മാറ്റി അത്ഭുതം ഉണ്ടാക്കി തരട്ടെ എന്നാക്കി. ഞാൻ നന്ദിയിലേക്ക് തന്നെ നമുക്കൊന്ന് പോകേണ്ടിണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഏതായാലാട്ടെ ഇതൊന്ന് പറയട്ടെ. പഴയത് വന്നറിയോ, അയാൾക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ നേർത്തിയാക്കി മക്കൾ ഉണ്ടായി. എന്നിട്ട് സ്വർണം തരാൻ വന്നതാ സിറാജുലുദിലേക്ക്. അയാളെയും സ്വർണ്ണമാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഇന്നലെ വന്നതാണ് അയാൾ നാസുർ. കൊടതായിട്ട് കൊടുക്കാനല്ലേ ഒന്ന് കാണാനേ. അയാളടുത്ത് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വന്നത് വീഡിയോ ആക്കി ഇട്ടിട്ടാണ് ഇയാൾ പരസ്യം ചെയ്യുന്നത്. കുട്ടി ഉണ്ടാവാൻ ആവശ്യമായ കാര്യം ചെയ്തപ്പോൾ ഉണ്ടായിണ്ടാവും. ഇയാളെ ഫതിലല്ലല്ലോ. ഇയാളും അതായിട്ട് എന്ത് ബന്ധം? മറ്റേ നമ്മുടെ രാമത്തലി തങ്ങളെ കറാമത്ത് മോഷ്ടിച്ചാരി അള്ളാഹ് കുട്ടി ഉണ്ടാവുന്ന ബാക്കി ഉണ്ടായിണ്ടാവും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഇയാൾ എന്താ ചെയ്യണ്? ആ വീഡിയോ ഇട്ടും എടുത്തിട്ട് പരസ്യം ചെയ്യാണ്. അതിനെക്കുറിച്ച് ആ മറ്റേ കാര്യം പറഞ്ഞത് നാറിയ പണിയല്ലേ ഫതില്. അതെ ഞാൻ ചോദിക്കണ്ടേ, എന്തിനായി നാറിയ പണി ചങ്ങായി എടുക്കാൻ പോണം? അയാളെ ഭാഷയിൽ സംസാരിക്കുകയാണ്. ഔലിയാക്കന്മാര് കറാമത്ത് പറയും. അത് ഔലിയാക്കന്മാര് അവരിലേക്ക് അടുപ്പിക്കാനല്ല, അത് അല്ലാഹു പറയാൻ പറയുമ്പോൾ പറയുന്ന അത് ഇതിൽ പെടുത്താനേ പറ്റില്ല. അത് കള്ളത്തരങ്ങളല്ലേ. നമ്മളെ എയർപിൻ കറാമത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ? മാത്രല്ല ഇവരാണ് ഏറ്റവും വലിയ ചൂഷകരെന്നതിന്റെ തെളിവെന്താണെന്നറിയോ? ഉദാഹരണം എടുക്കാം. നിധിപ്പെട്ടി തന്നെ. നിധിപ്പെട്ടി വന്നു. നിധിപ്പെട്ടി വന്നപ്പോ പറഞ്ഞെന്താ? സമസ്തന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പെട്ടി വന്നിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു. ആദ്യം സമസ്തയും വരും തമ്മിൽ വല്ല ബന്ധവും വേണ്ടേ? സമസ്ത എന്നതിൽ നിങ്ങൾ ഉണ്ടോ കൂട്ടരെ? നമ്മളെ മുട്ടിപ്പടി തങ്ങളൊന്ന് പറഞ്ഞോട്ടെ. സർവസ്വം നൽകിയ എൻ്റെ സമസ്ത എന്നോട് ആദ്യമായിട്ടാണ് ഒരു സെൻട്രി ബോക്സ് എൻ്റെ സമസ്തക്ക് എൻ്റെ ജീവധനം എന്ന മുദ്രാവാക്യത്തോടെ എൻ്റെ വീട്ടിൽ വെച്ചത്. ആഗസ്റ്റ് 10 കൂടിയ ദിവസങ്ങളിൽ ആ സെൻട്രി ബോക്സ് നൽകാവുന്ന അത്രയും നൽകി. ഒന്നും കഴിയാത്ത വളരെ പാവപ്പെട്ടവർ 313 രൂപയെങ്കിലും നൽകി. അതെങ്ങനെ ഞങ്ങളെ ഒന്നിനും കഴിയാത്ത ആൾ 310 എവിടുന്ന് ഉണ്ടാക്കി നൽകണം എന്നാണ്? 10 ഡേറ്റ് ആയില്ലേ? നാളെ തോന്നുന്നുണ്ട്. പെട്ടി തുറന്നിട്ട് എന്താന്ന് ലൈവായി കാണിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറെ ചർച്ച ആർക്കുണ്ട്. പെട്ടി വേറെ പുറത്തേക്ക് പോകണ്ടോ? ഓരോ പെട്ടി ഓരോരുത്തർ എടുത്തുകൊണ്ടുണ്ടാവും. യാതൊരു വിശ്വാസ്യത ഇല്ലല്ലോ. ആദ്യം പറഞ്ഞ ലഫ് തന്നെ തട്ടിപ്പാ. സമസ്ത ഇയാൾക്ക് എന്താ അധികാരം? സമസ്തയും നിങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത്? സമസ്ത ഒന്നേ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ സമസ്തയാണ്. സമസ്തയുടെ പേര് പറഞ്ഞേ തന്നെ എത്ര വലിയ അബദ്ധം. അങ്ങനെ കുറച്ച് പണിയുണ്ട് ഇപ്പൊ ബൽക്ക്. സമസ്തന്റെ പേര് പറഞ്ഞ ആളാകാം. ഞാൻ ഇന്നലെ ഇയാൾ നന്ദിയിൽ വന്നിരുന്നു. നന്ദിയിൽ വന്നപ്പോ അവിടെ ഇയാളെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ ഇയാള് ഇ.കെ. ഉസ്താദിന്റെ മധു പറയുന്നുണ്ട്. മനം മാറ്റണ്ട് അറിഞ്ഞ ആളാ. ഇപ്പൊ മനസ്സിലായി ഇ.കെ. ഉസ്താദിന്റെ മധു പറയാതെ ഒരു പെട്ടിയും ചെലവാകൂല. ആളുകൾ ബോധവാന്മാരാണ്. നിങ്ങൾ ഈ മധു പറയുന്നതും നിങ്ങൾ ഈ പണിയൊപ്പിക്കുന്നതൊക്കെ നിങ്ങളെ പെട്ടി നിറയാനാണ് എന്ന് അറിയാത്ത ആരുമില്ല അവിടെ. അതുകൊണ്ടാണ് ഐക്യത്തെ അവര് തന്നെ തള്ളിയത്. കാരണം
നിങ്ങൾ പേര് പറയുന്നത് സമസ്തയുടേതാണ്, സമസ്തയും നിങ്ങളും തമ്മിൽ ബന്ധമല്ല. അപ്പൊ അത് പുതുതായി വരെ തീരുമാനിച്ച ഈ കെ ഉസ്താദിന്റെ മധുഹൊക്കെ നന്നായി പറയണം. അങ്ങനെ എല്ലാവരും അംഗീകരിക്കണ മഹാന്മാരുണ്ടാവും, അവരെ മധുഹ് പറയണം എന്നാ. നന്ദിയിലെത്തിയപ്പോ അവിടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നല്ല ഉസ്താദുണ്ട്, ഒരു മഹാൻ, നന്ദി മുഹമ്മദ് മുസ്ലിയാരി എന്നാ പറയാം. പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം, നല്ല ചികിത്സയുമാണ്, വലിയ മഹാനുമാണ്. മടവൂര് ശൈഖുനായൊക്കെ പൂർണ്ണമായി അംഗീകരിച്ച ആളാണ്. എന്നിട്ട് ഇയാൾ മൂപ്പരാളാക്കാൻ നോക്കുന്നുണ്ട്. നന്ദി മുഹമ്മദ് മുസ്ലിയാർ ഞാനും ഭയങ്കര ബന്ധമായിരുന്നു, ആര് പേരോടായി. അങ്ങനെ പിന്നെ നന്ദി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. മൂപ്പരവിടെ ഓർക്കാതെ എന്താണ് ഈ പണി? ഞാൻ ചോദിക്കട്ടെ, മഹാനരായ ആ ഉസ്താദ്, നന്ദിയിലെ ഉസ്താദ് എന്ന് പറയുന്ന മുഹമ്മദ് മുസ്ലിയാരായിട്ട് എന്ത് ബന്ധാ താങ്കൾക്കുള്ളത്? മടവൂര് ശൈഖുനാനെ എത്ര ആദരിക്കുന്ന ആളാ മൂപ്പര്, എത്ര വലിയ ആദരവ്. മൂപ്പര് ശരീഅത്തിന്റെ ലാഹിറും ബാത്തിനൊക്കെ ആർക്കും കാണാവുന്ന രൂപത്തിൽ ജീവിച്ച ആളാണ് ഈ ഉസ്താദ്. പക്ഷെ അതൊന്നും ലാഹിറിൽ കാണാത്ത മടവൂര് ശൈഖുനയെ അങ്ങേറ്റം ആദരിച്ച നന്ദിയിലെ ഉസ്താദിന്റെ പേര് പറയാൻ പേരോടിനെന്ത് അധികാരം? ആളുകളെ കുപ്പിയിലാക്കാൻ ഓരോന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ അവരെ കുറിച്ച് അറിയാം? ഈ എന്നാ പോയത്? മൂപ്പരെ സമയം എപ്പോഴാണ്? എന്താ അതിൻ്റെ ശൈലി? അതൊക്കെ അറിയണമെങ്കിൽ അന്ന് പെരുമാറിയ, അവരുമായി ഇടപഴകിയ പഴയ ആളുകളുണ്ട്, അവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ അറിയോ, നമ്മളെ മശായിഖന്മാരൊക്കെ അവരോട് വലിയ ബന്ധം. ഞാൻ നേരത്തെ തന്നെ അവരെ കുറിച്ച് മശായിഖന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കെ ഉസ്താദായുള്ള ബന്ധവും കണ്ണിയത്ത് ഉസ്താദായിട്ടുള്ള ബന്ധവും ബേപ്പൂര് കാലി വന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇവര് പോയിരുന്ന ഹദറത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവര് ആ കാലത്തുള്ള എല്ലാ ഉലമാവുമായിട്ടും മശായിഖുമായിട്ടും ഒക്കെ ബന്ധം, വൈലത്തൂർ തങ്ങളായിട്ട് വലിയ ബന്ധം ഒക്കെ പറഞ്ഞു. CP ഉസ്താദ് ആ കൂട്ടത്തിൽ ഞാൻ ഓർക്കാണ്, അവരന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നന്ദിയിലെ മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ച് 1982 മുതൽ വലിയ ബന്ധമാണ് എന്നവർ പറയാറുണ്ട്. ചിലരോട് ഭയങ്കര ഇഷ്ടൈകാരം. അപ്പോലും അത് ഇങ്ങനെ പറയും, നല്ല ആളായിരുന്നു, എനിക്ക് തിബിന്റെ ഇജാസത്തൊക്കെ തന്ന ആളാണ്, തിബിന്റെ ഭാഗത്തിന്റെ ശൈഖാന്നൊക്കെ പറയും. അത് അവരുടെ ഒരു തവാദുവിലുള്ള അംഗീകാരമാണ്. സുമ്മിന്റെ ഇജാസത്ത് തന്നു. അതേപോലെ ചികിത്സന്റെ അന്നത്തെ കിതാബ്, ഫരോപകാരം പോലെയുള്ള കിതാബുകളൊക്കെ എനിക്ക് തന്നു. ഞങ്ങൾ വലിയ ബന്ധമായിരുന്നു. അടവൂര് ശൈഖുനായോട് വലിയ, ഈ കെ ഉസ്താദിനോട് വലിയ ബന്ധമായിരുന്നു. നന്ദിയിലെ മുഹമ്മദ് മുസ്ലിയാർ ഇയാളുമായിട്ട് പേരോടായിട്ട് എന്ത് ബന്ധം? ഈ കെ ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ? അല്ലേ മടവൂര് ശൈഖുനയെ അവര് ബഹുമാനിക്കുന്നത് പോലെ ആദരിക്കുക, അതിന്റെ ഒരു ഭാഗം പോലും പേരോട് കയ്യിലുണ്ടോ? കാലഘട്ടത്തിലെ ഇന്നത്തെ മശായിഖന്മാർ അവർക്കതിന്റെ എ മുതൽ Z വരെ അറിയാം. അവരെത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതും പൊരുത്തപ്പെട്ടതും പരസ്പരം അത്രയും ബന്ധാണ്. നിങ്ങൾ ഈ മശായിഖന്മാരൊക്കെ കള്ളന്മാരാക്കിയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന മഹാന്മാരെ ആളാവാൻ നോക്കുന്ന ആ പണി ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിർത്തിക്കാളി. അത് ഞാൻ ഇപ്പം അത്രേ പറയുന്നുള്ളൂ. ബാക്കി മയൽ ക്ലിപ്പ് നമുക്ക് നന്ദിയിൽ വെച്ച് പറയാം. എവിടെ അയാൾ വന്നോ വൃത്തിയാക്കാൻ നിർബന്ധിക്കാറ്, അത്രയും വലിയ ഷർറാണ് അയാൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പെട്ടി എങ്ങനെയുള്ള സമസ്തന്റെ പെട്ടിയാകുക? ഒന്ന്, ഈ മറ്റേയാൾ പറയുന്നുണ്ട് ഈ പെട്ടിക്ക് ഭയങ്കര ഫലാണ്, 20 ഉറുപ്പ്യ ഇട്ടാൽ തന്നെ ബ്ലോക്ക് തീരുന്നാണ്. ആ വിടല് 2 വന്നോട്ടെ. അല്ലാഹു റബ്ബി, ആ ബോക്സിന്റെ ഒരു ഭാഗത്ത് അറബിയിൽ ഒരു ബെയ്ത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇമാം ഷാഫി തങ്ങളെ ബെയ്ത്താണ്. അതിന്റെ മലയാളം ഒന്ന് വായിച്ചു നോക്കുക. അല്ലാഹു റബ്ബി, ഈ നിധിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നാളെ ആഖിറത്തിലേക്ക് വലിയൊരു നിധിയായിരിക്കും. മാത്രമല്ല ആപത്തുകൾ തടയും, കണ്ണേറിൽ നിന്ന് തടയപ്പെടും, സിഹറിൽ നിന്ന് തടയപ്പെടും. അല്ലാഹു റബ്ബി, ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിലേക്ക് ഒരു പരിപാടിക്ക് പോകാൻ, നിന്നോട് എല്ലാവരും പറഞ്ഞു ഉസ്താദെ വയനാട്ടിലേക്ക് ഇപ്പൊ പുറപ്പെടണ്ട, ചുരത്തിലൊക്കെ ബ്ലോക്കാണ്. ഞാൻ നമ്മളെ സമ്മേളന നിധിൻ്റെ അതിലേക്ക് ഒരു 50 ഉറുപ്പ്യ നിയ്യത്താക്കിയിട്ട് ഞാനാണ് പോയി. ഒരു ബ്ലോക്കും ഇല്ല, സുഖമായിട്ട് പോയി വന്നു. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. എൻ്റെ അനുഭവം ഞാൻ പറയാം, നിങ്ങൾ വിട്ടോളി, അപ്പം നിങ്ങൾക്കും ഉണ്ടാവും സംഗതി. ഇന്നിപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് പോരാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ 3 സ്ഥലത്ത് വെള്ളം കയറിക്കണം. അപ്പോൾ പഠിച്ചോനെ അവിടെയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് ഇവിടെ അണിച്ചാൽ എത്തണം. ഇന്നലെ നമ്മൾ അമാനിമാർ വിളിച്ചപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒന്ന് വരാതിരിക്കാനെന്ന് ഇളക്കി നോക്കി വരെ, അപ്പം നോക്കുമ്പോൾ ഇളകണില്ല. അപ്പോൾ നമ്മൾ ആ സമസ്ത നിധിയിൽ ഒരു 20 ഉറുപ്പ്യ എനിക്ക് ഈസിയിൽ അതാണ് ഇട്ടു. അതിലിട്ടിട്ട് സുഖമായിട്ട് പോകുന്നു. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം. ഇതിലും വലിയ തട്ടിപ്പ് ലോകത്ത് വേറെ ഏതാണുള്ളത്? ഇതേ വിഷയം വേറൊരു തങ്ങൾ പറഞ്ഞാൽ ആത്മീയ ചൂഷണം, നാറിയ പടി.
എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞ് ബ്ലോക്ക് മാറാൻ ഒരു 20 ഒതുക്കിയത് നന്നായിട്ടോ. 2000 എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധുക്കൾ കുടുങ്ങൂലേ? നമ്മക്ക് ബേജാറില്ല, നമ്മൾ ഈ പെട്ടിട്ടിയാലോ തട്ടുകൊടുക്കുന്നല്ലാതെ നമ്മക്ക് എന്ത് പെട്ടി. അതേ സമയത്ത് ഈ ഒരുപാട് സാധുക്കളായ ആളുകൾ ഇവരുടെ അടിമകളായി ജീവിക്കുമ്പോൾ ഓലെ പറഞ്ഞ് പറ്റിക്കല്ലേ ഇത്. സിഹിർ മാറാൻ അത് മതി, ആഫത്തുകൾ തട്ടാൻ അല്ല. ചങ്ങായി ഈയല്ലേ പറഞ്ഞത് ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ ഒന്നിനും കഴിവില്ലാത്ത റസൂൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴഞ്ഞ വാപ്പയാണ്, ഇടപെടാനേ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെട്ടിക്ക് പിന്നെ ഏഴുന്നിട്ടിയാലോ ഈ കുതിരത്ത്. അപ്പൊ തന്നെ മനസ്സിലായി ഈ പെട്ടി തട്ടിപ്പാണ്. അള്ളാന്റെ ഔലിയാക്കളെ വിഷയം വരുമ്പോ അല്ല മാത്രം പെട്ടിന്റെ ഓർമ്മല്ലാന്ന് മാത്രല്ല, ഈ ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അയാൾ ആയത്തോതാണ്. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത് തോലൂത്ത് എന്ന മഹാനെ കുറിച്ച് പറഞ്ഞിടത്ത് വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂത്ത്. തോലൂത്താണ് നേതാവ് എന്നതിന്റെ അടയാളം. തോലൂത്ത് എന്നവർക്കൊരു പെട്ടി വരും, ആ പെട്ടിയിലുണ്ട് സക്കീനത്തും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള സക്കീനത്തുണ്ട്. അത് കിട്ടിയാൽ ആ പെട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ തന്നെ പ്രത്യേകമായ ഒരു അടക്കം, ഒരു സക്കീനത്ത് വരും, ഒരു ശാന്തത. വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും അവരുടെ കുടുംബവും അവരുപയോഗിച്ച ആസാറുകളുള്ള പെട്ടിയാണത്. മൂസാ നബി ഉപയോഗിച്ച ചീർപ്പ് മുതൽ നമ്മൾ റബീഉൽ അവ്വലിന് പ്രദർശിപ്പിക്കാറില്ലേ ആസാറുകൾ, ഇതുപോലെയുള്ള ആസാറുകൾ ഒക്കെ വെച്ച പെട്ടിയാണ്. അവരുടെ വടിയുണ്ട്, അതിൽ അവരുപയോഗിച്ച ബ്രഷ് വരെയുണ്ട്. ആ പെട്ടിയതാ തഹ്മിലുഹുൽ മലായിക, എല്ലാരും കാണുന്ന രൂപത്തിൽ തന്നെ മലക്കുകൾ ചുമന്നു കൊണ്ടുവരും. ആ പെട്ടിയാണ് തോലൂത്ത് എന്നവരുടെ അധികാരത്തിന്റെ അടയാളമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഈ നാറിയ പെട്ടിയെ ന്യായീകരിക്കാൻ ഈ നിയൽവാദി ഈ ആയത്തോതിയിട്ട് അതിനോട് ഉപമിക്കുകയാണ്. എത്ര വലിയ അബദ്ധമാണ് ഈ ചെയ്യുന്നത്. നോക്കൂ അയാളെ പ്രസംഗം. ആ പരിപാടിക്ക് എത്ര വലിയ തുക വേണം? അതിന് താഴേത്തട്ടിൽ നിന്ന് സ്വരൂപിച്ചെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പദ്യവും അതിന്റെ പുറത്ത് കൊടുത്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് നമ്മുടെ നിധിപ്പെട്ടി. അതൊരു നല്ല ബറക്കത്തുള്ള പെട്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി അവിടെ പോയിന്റ് ആണ് ഒന്നാമത്തെ. അതൊരു ബറക്കത്തുള്ള പെട്ടിയാണ്. എന്താണോ അതിന്റെ ദലീൽ? ആ പെട്ടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? മഹാനരായ തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരത്തിന് കൂലിയുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും പറഞ്ഞപ്പോ തോന്നിവാസമെന്ന് പറഞ്ഞ നിയൽവാദി മുസ്ലിയാരെ, ഈ പെട്ടിക്ക് ബറക്കത്തുണ്ടെന്നതിന്റെ തെളിവെന്താ? ആരാ പറഞ്ഞത്? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? താങ്കൾക്ക് ഇൽഹാമുണ്ടോ? എന്ത് ബറക്കത്താണോ ഉള്ളത്? ആരാ ഇത് പഠിപ്പിച്ചത്? നിന്റെ പെട്ടിക്ക് ബറക്കത്തോ? പച്ച തോന്നിവാസം പറയുന്നത്. ബറക്കത്തുണ്ടെന്ന് ഇയ്യാ തീരുമാനിക്കല്. വെക്ക് ഒന്നുകൂടി. എന്നിട്ട് അതിന് ആ ബറക്കത്ത് സ്ഥിരപ്പെടുത്താനാ തോലൂത്ത് എന്നവരെ പെട്ടി കൊണ്ടുവരുന്നത്. ആ വെക്ക് വെക്ക്. നമ്മുടെ നിധിപ്പെട്ടി അതൊരു നല്ല ബറക്കത്തുള്ള പെട്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുഹൃത്തുക്കളെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന താലൂത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തൊരു പെട്ടിയെ സംബന്ധിച്ചാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സമാധാനം ആ പെട്ടിയിലുണ്ട്. ഞാൻ പറയട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ പ്രവർത്തനം നടന്ന് ഇനിയും 100കൾ പിന്നിടേണ്ടുന്ന ആ മഹത്തായ സംഘടനയുടെ പ്രവർത്തനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട പെട്ടി വലിയ ബറക്കത്തുള്ള പെട്ടിയാണ് എന്ന് പറയേണ്ടതില്ല. അത് എല്ലാവരും പരിഗണിച്ചുകൊണ്ട് നന്നായി സഹായങ്ങൾ നിക്ഷേപിച്ച് തിരിച്ചു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് ആ പെട്ടിയെ സംബന്ധിച്ച് പറയാണ്. ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും. ഏത് പെട്ടി? താലൂത്തിന് ഇറക്കി കൊടുത്ത പെട്ടി. അതിൽ മനസ്സമാധാനമുണ്ട്. അതെ, ആ പെട്ടിയും ഈ പെട്ടിയും തമ്മിൽ എങ്ങനെ തുലനം ചെയ്യപ്പെടോ? ഇത് വ്യാജ പെട്ടി.
സമസ്ത എന്ന് പറഞ്ഞത് തന്നെ തെറ്റ്. അല്ലെങ്കിലും തോലൂത്ത് എന്നവരെ പെട്ടിയിൽ പൈസ എറിയുന്നതനുസരിച്ച് ബർക്കത്ത് വരുന്ന പെട്ടിയല്ലേ, അതിൽ പൈസ എറിയണ പരിപാടി തന്നെയല്ല, അതിനങ്ങനെ ഒരു ദ്വാരം തന്നെ അല്ലടോ. ഇവന്റെ പെട്ടി പൈസ കുറഞ്ഞാൽ ബർക്കത്ത് കുറഞ്ഞ പെട്ടിയാ, പൈസ കൂടുന്നതിനനുസരിച്ച് ബർക്കത്ത് കൂടുന്ന പെട്ടി. അങ്ങനെയുള്ള പെട്ടിയാണോ അവരുള്ള തോലൂത്ത് എന്നവർക്ക് കിട്ടിയ പെട്ടി? ആ പെട്ടി അള്ളാഹ് കൊടുത്ത പെട്ടിയാ. ആ പെട്ടിയിൽ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബിയും അങ്ങനെയുള്ള അമ്പിയാക്കളുടെ ആധാറുകളാ ഉള്ളത്, അവരുപയോഗിച്ച വസ്തുക്കൾ. അതിൽ പൈസ എറിയണ പരിപാടിയില്ല, പൈസ കുറഞ്ഞാൽ ബർക്കത്ത് കുറയണ പണിയില്ല. ഈ വലിയ ബർക്കത്തുണ്ട് തന്നെ വലിയ പൈസ പോകാൻ വേണ്ടിയിട്ടാ. അതാ ബർക്കത്ത് പൈസയുമായി ബന്ധമുണ്ടോ? ഇവിടെ എന്താ വിഷയം എന്ന് പറയുക, നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനാവുമ്പോ അപ്പൊ നിങ്ങൾക്ക് തോലൂത്തിന്റെ പെട്ടി ഓർമ്മ വരിക. ഇനി ഒരു പെട്ടിയും കൂടി ഉണ്ട്. മൂസാ നബി കുട്ടിയായപ്പോ നെയിൽ നദിക്ക് അതിലിട്ടുകൊണ്ടാണ് ഇട്ട്. ഇനി അടുത്ത യോഗത്തിൽ ആ പെട്ടിയും കൂടി പറഞ്ഞേക്ക്. അല്ലെ, മൂസാ നബിന്റെ അമ്മ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് നെയിൽ നദിക്ക് ഇട്ട്. ആ പെട്ടിയുടെ ബർക്കത്താണ് ഈ പെട്ടിക്ക് എന്നുള്ള വിടലും കൂടി വിട്ടേക്ക്. നിർവരിങ്ങള് പൈസ കിട്ടുന്നവർക്ക് അവ മടവൂർ ഷെയ്ഖൊക്കെ വന്നിന്. ഓ, മടവൂർ ഷെയ്ഖാണ് നമുക്ക് എല്ലാ ആശീർവാദം. ഞാൻ അടുത്തിന് പറയുന്നുണ്ട്, മടവൂർ ഷെയ്ഖിനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ആശീർവാദം പറ്റല്. ബുദ്ധിയില്ല എന്ന് പറഞ്ഞ പോലും ബുദ്ധിയില്ലാത്ത അവസ്ഥയില്ല എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ആശീർവാദം പറ്റല. അതുകൊണ്ട് ഞങ്ങൾ പറയാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ത്വാലൂത്ത് എന്നവരും മൂസാ നബിനെയും ഈസാ നബിനെയും അവരെ അനന്തരക്കാരായ മശായിഖിനെയും ഒക്കെ അവിടെ നിർത്തി നിങ്ങളെ പേര് പറഞ്ഞൊരു പെട്ടി ഉണ്ടാക്കുക. നിയൽവാദി അയാളെ പേരെഴുതി വെച്ചിട്ട് പെട്ടി കൊടുക്കും. പൊട്ടാൻ പറയാനും പോകേണ്ടി വരില്ല. ആ മൊയ്ലേമാരെ പേരിൽ ഇറക്കി പെട്ടി, ഓരോ മുസാവർ അംഗത്തിന്റെ പേരിൽ 4 പെട്ടിയുടെ ഇറക്കി. ആ ഈ പെട്ടി സുന്ദൂക്കുന്നിൽ ജന്ന അല അലസ്മി പേരോട് ഇറക്കിങ്ങള്. 5 പൈസ കിട്ടൂല എന്ന് ഉറപ്പുണ്ടായിട്ട് പൈസക്ക് വേണ്ടി മാത്രം ത്വാലൂത്ത് എന്നവരെ ചരിത്രം പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നിഅമത്തായി എടുത്തു പറഞ്ഞ ആ താബൂത്തിനെ നിന്റെ വ്യാജപ്പെട്ടിയോട് ഉപമിച്ചത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്, ആത്മീയ ചൂഷണമാണ്.